നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെ വെട്ടിലാക്കി ഇടഞ്ഞു നിൽക്കുന്ന ജോസഫ് വിഭാഗത്തെ തളയ്ക്കാൻ ജോസ് കെ മാണി ഒരു കെണിയൊരുക്കുന്നു. അതെ, LDFിലേക്കുള്ള ക്ഷണം തന്നെ. അതിന് മറുപടിയായി മോൻസ് ജോസഫ് MLA രംഗത്തെത്തിയിട്ടുണ്ട്. ഞങ്ങൾ UDFിൽ സുരക്ഷിതരാണെന്നാണ് പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാന്റെ മറുപടി. LDFിലെ തകർച്ച ജോസ് കെ മാണിയെ ബാധിച്ചിട്ടുണ്ടെന്നും പാർട്ടിയുടെ ഗതികേടാണ് ഇതിലൂടെ പുറത്തുവരുന്നതെന്നും തങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ടെന്നും അദ്ദേഹം മറുപടി നൽകി. LDFിൽ നിന്ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലുമെല്ലാം LDF തോറ്റു തുന്നമ്പാടി നിൽക്കുന്നയിടത്ത് ജോസ് കെ മാണിയും ആ തകർച്ചയുടെ ഭാഗമായി. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തു ചാടണമെന്നാണ് അവിടെ അണികൾ പറയുന്നത്. ഞങ്ങളിവിടെ UDFിൽ സുരക്ഷിതമായി തൃപ്തികരമായ അന്തരീക്ഷത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. ആടിക്കളിക്കുന്നത് ജോസ് കെ മാണി വിഭാഗമാണ്. ആ ആടിക്കളിക്ക് ഞങ്ങളില്ല എന്നായിരുന്നു മോൻസ് ജോസഫിന്റെ മറുപടി. സീറ്റ് വിഭജന ചർച്ചകളിൽ UDFിൽ അസ്വാരസ്യങ്ങൾ തുടരുന്നതിനിടെയാണ് ജോസഫ് വിഭാഗത്തെ LDFിലേക്ക് ജോസ് കെ മാണി ക്ഷണിക്കുന്നത്. ജോസഫും ഗ്രൂപ്പും ഞങ്ങളുടെ രക്തത്തിന്റെ ഭാഗമെന്നും UDFിൽ നിന്നാൽ സൂക്ഷിക്കണമെന്നും ജോസ് കെ മാണി പറയുകയുണ്ടായി. അതേസമയം സ്വപ്ന ലോകത്ത് സഞ്ചരിക്കുന്ന നേതാവാണ് ജോസ് കെ മാണി എന്നാണ് മോൻസ് ജോസഫ് പ്രതികരിച്ചത്. UDF ഇതുവരെ കേരള കോൺഗ്രസ് എമ്മിന് മുന്നിൽ വാതിലുകൾ അടച്ചിട്ടില്ലെന്നും മറ്റ് രക്ഷയില്ലെങ്കിൽ ജോസ് കെ മാണിക്ക് ഇങ്ങോട്ട് വരാമെന്നും മോൻസ് പറയുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് LDFിലേക്കും വരാമെന്നായിരുന്നു ജോസ് കെ മാണി പറഞ്ഞത്. അവരെ തറവാട്ടിലേക്കല്ല ക്ഷണിക്കുന്നത്, വേണമെങ്കിൽ സംരക്ഷണം കൊടുക്കാം. UDFിൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് ജോസ് കെ മാണി പറഞ്ഞിരുന്നു. സീറ്റ് വിഭജനത്തെ ചൊല്ലി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം UDFുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. 10 സീറ്റെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നതോടെ UDF പ്രതിസന്ധിയിലായി. 10 സീറ്റ് നൽകിയില്ലെങ്കിൽ മുന്നണി വിടുന്നതിനെക്കുറിച്ച് പോലും ചിന്തിക്കുന്നുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് LDFിലേക്ക് ജോസഫ് വിഭാഗത്തെ ജോസ് കെ മാണി ക്ഷണിക്കുന്നത്. UDFിലേക്ക് ജോസും കൂട്ടനും പോകുമെന്ന വിവാദം അവസാനിച്ചതിന് പിന്നാലെയാണ് ജോസഫ് വിഭാഗത്തിന്റെ മുന്നണി മാറ്റവും ചർച്ചയാകുന്നത്. ജോസ് കെ മാണിയുടെ തന്ത്രപരമായ നീക്കം കോൺഗ്രസിനെ അമ്പരപ്പിച്ചുവെന്നെല്ലാം LDF കരുതുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് ഭരണത്തിലേറാനുള്ള എല്ലാ പദ്ധതികളും അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജോസ് കെ മാണിയുടെ ക്ഷണത്തെ പിടിവള്ളിയായി കാണുന്ന LDFിന് കണക്കുകൂട്ടലുകൾ തെറ്റാനാണ് സാധ്യത. കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രതിരോധം തീർക്കുമ്പോൾ LDFിന്റെ ഒരു കെണിയിലും UDF നേതൃത്വം അകപ്പെട്ടു പോകില്ലെന്നത് ഉറപ്പാണ്.